ജോസഫ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പറയാമെന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ DAGയുടെ വേട്ട, എന്നിട്ട് പറയാം. സാമ, നീ DAG ഒന്ന് വിളിച്ചിട്ട് പറ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ അതേ വന്നല്ലോ. അല്ല അരുത്. എന്താണ് എത്ര നേരമായി? എടാ എന്ന് പറഞ്ഞാൽ പാലാപേട്ട മുഴുവൻ ബ്ലോക്കല്ലേ? എന്താ കാര്യം? വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. എന്താ ജോസഫേട്ടാ? മക്കളെ, എൻ്റെ കാര്യം നിങ്ങൾക്കറിയാവുന്നല്ലേ. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്വന്തം നാട് വിട്ട് ഇവിടെ ജീവിക്കേണ്ടി വന്ന ഒരുത്തനാണ് ഞാൻ. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രത്യേക കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കി. ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമല്ല. പിന്നെ നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയാണ് പ്രീതിയെ പരിചയപ്പെടുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അല്ല ജോസഫേട്ടാ, ഇതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നത്? കാരണം ഉണ്ട് ദൈവമോനെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങൾക്കും നിങ്ങൾ സാക്ഷികളാണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്റ്റോഡിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോവാണോ? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു തീരുമാനമെടുത്തു. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. തീരുമാനം ഞാൻ ഒറ്റയ്ക്കല്ല എടുത്തത്, ഞാനും പ്രീതി ചേർന്ന് എടുത്തത്. പ്രീതി പറയുന്നോ? ഇല്ല, ജോസഫേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. ഇനിയുള്ള കാലം ഞങ്ങൾ ഒരു ജീവിക്കാൻ തീരുമാനിച്ചു. നാളെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹമാണ്. നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ എല്ലാം പെട്ടെന്നായി. ഒന്ന് മാറി. മുതലാളി, ഞാനെന്തിരി തെറ്റിയതിന്റെ മുതലാളി എന്നോട് പൊറുക്കണം, പിരിച്ചുവിടരുത്. കൈപ്പെട്ടൂര് പറഞ്ഞു ചിങ്ങത്തിൽ തന്നെ നടത്തണമെന്ന്. എന്നാ പിന്നെ നടന്ന് ഞാനും വെച്ചു. അംഗം കുറിച്ചോളി ജോസഫ് ചേകവരെ, ഞങ്ങളെത്തും. പൊളിക്കാം. കൊല്ലണോ? എഴുന്നേക്കട, മണി 9. എടാ സാമേ, ഇവരെന്തോ വല്ല ഉറക്കൂടി കഴിച്ചിട്ടാണ് കിടന്ന്. എടാ 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ എത്തണം. എടാ എഴുന്നേടാ മതിയടാ ഉറങ്ങിയത്. എന്താണ് മനുഷ്യനെ കിടത്തി ഉറക്കൂലേ? നീ എന്താ കഥാപ്രസംഗം? 10 മണിയാകുമ്പോ രജിസ്റ്റർ ഓഫീസിൽ എത്തണം. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ? 9:10. ആവശ്യമായിട്ട് വേണ്ട. എടാ, രണ്ടുപേരും നമ്മളെ വിശ്വസിച്ച് അവിടെ രജിസ്റ്റർ ഓഫീസിൽ എത്തും. അവർ നമ്മളെ സ്വന്തം പോലെ കാണുന്നതുകൊണ്ടാണ് ഇത്ര കാര്യം നീ കാര്യം പറഞ്ഞത്. സാമിന്റെ കാര്യം പോട്ടെ, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നിന്നെ ജോസഫേട്ടൻ എന്ത് കാര്യത്തിനും കൂടെ കൊണ്ട് നടക്കുന്നതല്ലേ? എടാ, ഇവനോട് ഞാൻ പറഞ്ഞാണ് എല്ലാം വെക്കാൻ. എടാ, ഞാൻ അവനോടപ്പോഴേ പറഞ്ഞാണ്. ഞാൻ മറന്നു, നീ എന്നെ വെച്ചോളാം. ഇവനങ്ങനെ പറഞ്ഞില്ല, നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ കേൾക്കാത്തോണ്ട്. മതി ഇനി ആ കാര്യം പറഞ്ഞ സമയങ്ങൾ വേണ്ട. ഇപ്പൊ തന്നെ അതെ 9:15. 10 മിനിറ്റിനുള്ളിൽ രണ്ടുപേരും പോയി റെഡിയായി. പോകുന്ന വഴിക്ക് ബൊക്കെ മാലയൊക്കെ മേടിക്കാനുള്ളതാണ്. നീ അത് ഇന്നലെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടില്ലേ? എന്താണിത് മറന്ന? എടാ മറ്റോനെ, നിന്നോട് ആകെ ഒരു കാര്യമല്ലേ ചെയ്യാൻ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, നീ പേടിക്കണ്ട. നിങ്ങൾ മറന്നു പോകുന്നത് എനിക്കറിയാം. ഞാൻ ഇന്നലെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. സമാധാനായി. കണ്ടുപഠിക്കണം. രണ്ടും കൂടി ഇങ്ങനെ കണ്ടും നോക്കിയിരിക്കണ്ട്. പോയി റെഡിയാവടാ. കക്കൂസിൽ ഞാൻ ആദ്യം പോകും. നീ പോയ ടൈം ഭയങ്കര വേസ്റ്റ് ആണ്. എനിക്ക് വേണം. എടാ ഒരു മിനിറ്റ്. എപ്പോഴാണ് പോട്ടെന്ന് വെക്കാം. നീ എപ്പോ റെഡി ആവാനാണ്? നിനക്ക് അല്ലെങ്കിൽ റെഡി ആവാൻ കുറെ നേരം എടുക്കും. കഷ്ടമുണ്ട് ഒരാൾക്കാർ ഒരു കാര്യത്തിന് വിളിക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നത്. നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. ആണോ? മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് കല്യാണ ചെക്കന്മാരെ പോലെ ഉണ്ട്. അടിപൊളി, സുന്ദരനായിട്ടുണ്ട്. മീനാക്ഷി കാണണം ഇതൊക്കെ.
കാണണ്ട. ആ ശരി. അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. എടാ നീ പെട്ടെന്ന് പോയി റെഡി ആവാൻ നോക്കടാ. എടാ അവിടെ അവരല്ല കിടന്ന് എല്ലാത്തിനും ഓടേണ്ടത്, നമ്മളാണിന്ന്. ആ ശരിയാ. എടാ ശരിയാന്ന് പറഞ്ഞ കുന്തം വഴി കണ്ടു പോയി റെഡി ആവടാ. ആ മുതലാളി നീ എന്നെ ജോസഫേട്ടെന്ന് വിളിച്ചാൽ മതി. എന്നാ ജോസഫേട്ടാ, നിങ്ങളാള് കൊള്ളാട്ടാ. ഇത്രയും നല്ലൊരു കാര്യം ആ കഫേയിൽ നടക്കാൻ പോയിട്ട് ഒരു ക്ലൂ പോലും നിങ്ങൾ തന്നില്ല. അറിഞ്ഞിട്ട് എന്തിനാ? ഡാ ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടുപ്പിക്കണമെന്ന് നോക്കുമ്പോഴാ ഞാൻ അറിഞ്ഞ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അല്ല, ഇനിയിപ്പോ പുതിയ ഭരണപരിഷ്കാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാവോ? മറക്കണ്ട, ഞാനാണ് നിങ്ങളുടെ സാരഥി. ഒരുപാട് കാലത്തെ പ്രീതിയുടെ കഷ്ടപ്പാടാ ആ കഫേ. അതിന്റെ കാര്യം അവള് നോക്കിക്കോളൂ. എനിക്ക് വേറെ നല്ല പ്രസ്ഥാനമുണ്ട്, അത് ഞാനും നോക്കിക്കോളാം. ഇപ്പോഴാണ് സമാധാനായത്. ഒരധികാര കൈമാറ്റം ഉണ്ടായ എന്റെ ജോലി തെറിക്കുമെന്ന് വരെ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. നീ വൃത്തിയായിട്ട് പണിയെടുത്തില്ലെങ്കിൽ പ്രീതി തന്നെ നിന്റെ ജോലി തെറിപ്പിച്ചോളും. അല്ല, ഈ ബൊക്കെ മാലൊന്നും മേടിക്കണല്ലേ? അതൊക്കെ എൻ്റെ കുട്ടികൾ വാങ്ങിച്ചോളും. ദേ ഡ്രൈവറിന്റെ പണി എടുത്താൽ മതി. 10 മണിക്കല്ലേ അവിടെ എത്താന്ന് പറഞ്ഞത്. പറഞ്ഞാലും പ്രീതി എവിടെ? ശരിയാണല്ലോ. വിളിക്കണ്ട, ദേ ആളെത്തി. എന്നാ ഞാൻ വയലിൻ വായിക്കട്ടെ? വേണ്ട, ഫുൾ ഓർക്കസ്ട്ര കേൾക്കാം. ജോസഫേട്ടാ, അയ്യേ ഇതെന്ത് കോലം. ശരിയാണല്ലോ. നിങ്ങൾക്ക് ആ മുണ്ട് ഷർട്ട് എടുത്തുകൊണ്ട് വന്നാ പോരായിരുന്ന? അതെടുക്കുമ്പോഴാണ് നിങ്ങളെ കാണാനൊരു ഐശ്വര്യം. ആണോന്നേ? ആ അത് ശരിയാണ്. മുണ്ട് വണ്ടിക്കകത്തോണ്ട് ഞാൻ പ്രീതിക്ക് ഇഷ്ടമാകുമായിരുന്നു കരുതിയാ. മുണ്ടും ഷർട്ടും എടുത്ത ജോസഫ് ഏട്ടനെയാണ് എനിക്കിഷ്ടം. അയ്യോ, എന്നാ പിന്നെ പോണ വഴിക്ക് മാറാ, സമയം വൈകി. വാ വാ. ഓക്കെ, നീ മുന്നേ കേറ്, എളുപ്പം കേറ്. കണ്ണടച്ചോ, എന്റെ മുണ്ട് എവിടെ? നീ വിളിക്കും. നീ വിളിക്കും. ചേട്ടാ ഞാൻ ആദ്യം കുളിച്ചാൽ ശരിയാവില്ല. എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ എണ്ണയും കുഴപ്പമൊക്കെ തേക്കാനുള്ളതാണ്. നീ എന്താണ് വല്ല കുസ്തിക്ക് പോകണ്ട. നീ വിളി. നീ ഇങ്ങോട്ടൊന്നും പറഞ്ഞേ, ഞാൻ പറഞ്ഞായിരിക്കും. നീ പോയി കുളിക്കേ. എടാ നീ അല്ലേ ആദ്യം കുളിക്കണമെന്ന് പറഞ്ഞാ? എടാ അപ്പം എനിക്കൊരു മൂടുണ്ടായിരുന്നു. ഇപ്പം നിന്റെ മൂടല്ലായി പോയാ? എടാ ഈ തർക്കിക്കുന്ന സമയം മുതൽ നിനക്ക് പോയി കുളിക്കാൻ. കുളിക്കണോ? നീ കുളിക്കടാ. നീ കുളിക്കടാ. നീ വിളിയടാ. എടാ നിനക്ക് നീ വിളി. എടാ ഇവ കുളിക്കുന്നടാ. എടാ നീ ഒന്നും ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ എത്ര നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയും എന്നോട് കുളിക്കാൻ. എടാ എന്നാ നിനക്ക് കുളിച്ചൂടെ? ഞാൻ ആദ്യം കുളിച്ചാൽ ശരിയാവില്ല, മൂടില്ല. എന്നാ നീ പോയി ആദ്യം കുളിക്ക്, സമയം പോണ്. അല്ലടാ ഇമ്മ ആദ്യം കുളിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം മടി കാരണം കുളിക്കാത്തതാണ്. എടാ എന്നാ നീ കുളി. നീ കുളി. അല്ല ഇവ ആദ്യം കുളിക്കട്ടെ. അത് നീ കുളിക്കണം. നീ കുളിക്ക്. രണ്ടുപേരും കൂടെ ഒന്നിച്ചെങ്ങനെ കുളിക്കാൻ? അത് ശരിയാവില്ല. അതെന്താണ്? നഗ്നത കാണൂലേ? എന്നാ നീ പുറത്തേക്കണം. ഇവിടെ അപ്പുറത്തെ ലക്കി കുളിച്ച് കഴിഞ്ഞോ? നീ അവിടെ പോയി കുളിക്കും. ഇവൻ കുളിച്ചിട്ട് ഇവിടെ തന്നെ കുളിച്ചോളാം. പോയി കുളി. നമ്മളോട് കുളിക്കാൻ പറഞ്ഞു. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞായിരിക്കും വാലടിച്ച് കുളിക്കാൻ. ഇവന്റെ അച്ഛനും എങ്ങനെയാണോ കുളിപ്പിച്ച് സ്കൂളിൽ വിട്ടത്? സ്കൂളിൽ പോകുമ്പോ ആര് കുളിച്ച്? അല്ല അവൻ കുളിക്കാൻ കയറിയിരിക്കാം. ഇല്ല വൈകില്ല, നമ്മൾ മേടിച്ചിട്ട് വന്നേക്കാം. ഓക്കെ. കൊള്ളാലോ, ഇന്ന് കാണാൻ നല്ല ഐശ്വര്യ റായിനെ പോലെ ഉണ്ടല്ലേ? ശരിക്കും പറയടാ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? എഴുന്നള്ളിപ്പിന് നിർത്തിയവരുണ്ട്. 2 പനമ്പട്ടയും കൂടെ എടുക്കട്ടെ. സത്യം അടിപൊളിയുണ്ട്. അമ്മ എന്തൊരു പിച്ചാടി ഇത്. സത്യം പറഞ്ഞ നീയൊക്കെ നേരത്തെ വന്നാ ഇവിടെ ഓരോന്നും കുളിക്കാൻ കയറിയിട്ടുള്ളൂ. ഞാനടി. എങ്ങോട്ടാ? രജിസ്റ്റർ ഓഫീസിൽ പോണ്ടേ? എന്റെ ലക്കി, നീ എന്താ വല്ല നാടകത്തിന് പോവാണോ? എന്താ? നമ്മളൊരു കല്യാണത്തിനല്ലേ പോണത്? രസമില്ല. നീ ഇങ്ങ് വന്നേ, നമുക്ക് ചേഞ്ച് അപ്പൊ ചെയ്യാം. പിന്നെ സമയം പോവില്ലേ? ഞാൻ സാറില്ല, 2 കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവന്മാരുടെ പരിപാടി ഒന്നും കഴിയാതെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ. നീ വേഗം വാ, ചേഞ്ച് ചെയ്യാം. എടാ നിന്റെ കുളി കഴിഞ്ഞില്ലടാ.
എടാ മുണ്ട് ഞാൻ കൊടുക്കും. മുണ്ടോടാം, ഇതെന്റെ മുണ്ടാണ്. എടാ നീ എപ്പോഴാണ് മുണ്ട് കൊടുക്കാൻ തുടങ്ങിയത്? എടാ നീ ഓണത്തിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ച മുണ്ടാണെന്ന്. എന്റെ പൊന്ന് സാമേ, ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച അളമാരിൽ വെച്ച മുണ്ടാടാ. എടാ ഇത് ഞാൻ മേടിച്ച മുണ്ടാണെങ്കിൽ ഞാൻ തന്നെ കൊടുക്കും. എന്റെ ശവത്തി ചവിട്ടിയാണ് നീ മുണ്ട് കൊടുക്കണം. എന്താ പറഞ്ഞോ? എന്താടാ കീറിയ? ഞാനല്ല, അവനാണ് കയറിയത്. എന്റെ പൊണ്ണി ചേട്ടന്മാരെ, നിനക്കൊക്കെ എന്താടാ? അളിയാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ജീവിതത്തിൽ മുണ്ട് കൊടുക്കാത്തവനല്ലേ ഇന്ന് എനിക്ക് മുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് പെട്ടെന്ന് ഒരു മുണ്ട് പറയാം. അത് വേറെ കഥ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓരോന്നോരോ. നിങ്ങളിങ്ങനെ കഥകളി കളിച്ചോണ്ടിരിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? മുണ്ട്, ഡബിൾ മുണ്ട്, സിംഗിൾ, എന്തെങ്കിലും മുണ്ട്. നിനക്കുള്ള നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പൊ ഇതാ ഇത് ഇവിടെ ദ്രോഹികളെ, ഞാനിത് ബേബി ചേച്ചിക്ക് മേടിച്ചു വെച്ചിരുന്ന സെറ്റ് മുണ്ടാണോ? എന്താ അയ്യോ, വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് പുതിയ ഒരെണ്ണം മേടിച്ചോണ്ടെന്നേക്കണം കേട്ടാ. കൊണ്ടുവരും. എന്നാ റെഡിയാകും. ഞാൻ വിചാരിച്ചത് ഏതൊരു അനാഥ മുണ്ടാണ്. അവി ഇനി എന്താടാ? ഇതൊന്ന് ഉടുപ്പിച്ചു തരുമോ? കേട് കേട് വെള്ളം കിട്ടിയല്ലോ. ഓ നിങ്ങളവിടെ എത്തിയോ? ആ നമ്മളിപ്പോൾ ഇറങ്ങും. നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മേടിച്ചോളാം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കില്ലേടാ. ശരി ശരി ശരി. ചേച്ചി ഇപ്പൊ എത്തി? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വന്നപ്പോ മോൻ സാമോന് മുണ്ടെടുത്ത് കൊടുക്കുമായിരുന്നു. എല്ലാരും പോകാനുള്ള തിരക്കായതുകൊണ്ട് ഞാനിങ്ങി പോരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം പോകുന്നു പറഞ്ഞിട്ട്. ചേച്ചി എന്ത് ചെയ്യാനാണ്? ചേച്ചി വരുന്നതിന് മുമ്പ് പോകണമെന്ന് വിചാരിച്ചിരുന്നാണ് ഇവിടെ ഇവിടെ ഒരുത്തന്മാർ റെഡി ആവണ്ടേ? അവളുണ്ടായിരുന്നു ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താണ്. അവളായിരുന്നു ഇതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ആള്. മീനാക്ഷിയുടെ കാര്യമാണോ? മോൻ സങ്കടപ്പെടണ്ടടാ. സങ്കടം? അതൊക്കെ അങ്ങനെ നടക്കും. പിന്നെ ആമ്പിള്ളേരായ എങ്ങനെ വേണം ചേച്ചി. അപ്പൊ അവര് 2 പേര്, പിന്നെ നമ്മളെല്ലാരും കൂടി കൂട്ടി ഒരു 6 പേരും, മൊത്തം 8 പേരുണ്ടാവും. അയ്യോ സന്ദീപും ഉണ്ട്. അയ്യോ അപ്പൊ മൊത്തം 9 പേരുണ്ടാവും. 9 പേർക്കുള്ള ഫുഡ് വേണേ. അയ്യോ മോനെ, ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ കാണത്തില്ലടാ. എനിക്ക് മക്കൾക്ക് ഓണക്കോടി വാങ്ങിക്കണം, പിന്നെ വേറെയും കുറച്ച് സാധനം വാങ്ങിക്കണോടാ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ ചേച്ചി, ഞാൻ മറന്നുപോയി. അപ്പോഴേ മക്കൾ പേടിക്കണടാ, ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് വിളമ്പി തന്നിട്ടേ പോകത്തുള്ളൂ. ശരി. അപ്പൊ നമ്മൾ എന്തായാലും അധികം വയ്യാതെ എത്താം. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ തന്നെയല്ലേ? അതായത് ഒരു പോലല്ലോ. നിനക്ക് ആ പേടിയുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് വെച്ച് കേട്ടറാ. എന്നിട്ട് ബെൽറ്റ് മാത്രം ഇങ്ങനെ ഇരിക്കാനാണ്. DIG നിന്നെ കാണാൻ എന്ത് രസോടാ. നിനക്ക് ഡെയിലി കുളിച്ചൂടെ? പോടാണ് വിശേഷപ്പെട്ട ദിവസമാണ് കുളിച്ചാണ്. കുളിയുടെ കാര്യം പറയണം. ബേബി ചേച്ചി വന്നു. വന്നിട്ടുണ്ടല്ലോ. ഞാൻ പോയി മോൻ കാണിക്കാം. നിനക്കത് പറയാനാ വന്നേ. എപ്പോഴും 5-ാം തീയതി ആകുമ്പോഴല്ലേ നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോൾ ഓണത്തിന് ചേച്ചി വീട്ടിൽ പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് നേരത്തെ കയ്യിൽ വെച്ച് കൊടുക്കണ്ടേ? അതും ചേച്ചി പിള്ളേർക്ക് എന്തോ മേടിച്ചു കൊടുക്കുന്ന കാര്യം പറയണ്ടായിരുന്നു. കൊടുക്കട്ടെ. ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ ലക്കിയുടെ നിന്ന് മേടിച്ചോളാം. നീ എനിക്ക് രജിസ്റ്റർ ഓഫീസിലെ പരിപാടിയിലൊക്കെ ആയിട്ട് തന്നാൽ മതി. പിന്നെ ഇവൻ്റെ കാശ് ഞാൻ കേട്ടോ. ഓക്കെ, ഞാൻ ശമ്പളം കിട്ടുമ്പോൾ തരാടാ. എൻ്റെ മോനെ, നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു സെന്റൻസ് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലട്ടാ. ഇനിയിപ്പോൾ എന്ത് നോക്കാൻ? ജോസഫ് ഉണ്ടായില്ലാണ് ഉറപ്പായിട്ടും നടക്കും. ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് ഇട്. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ട് വയ്യ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക. അവി അവിടെ വട്ട് പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞ നല്ലവരുണ്ടേ. എന്റെ ലക്കി സമയം പോണു. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് റെഡിയായ? കേറി വാ. നീ ഒന്നും ഇതുവരെ റെഡിയായില്ലേ? അതിലേതിടണമെന്നൊരു ഡൗട്ട്. അതിനെന്താ നിന്റെ കല്യാണോടാ? ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ റെഡി ആയില്ലെങ്കിൽ ഞാൻ പോട്ടാ. ആരെയും കൊണ്ടുപോകാൻ പോകുന്നില്ല കേട്ടാ. ആരും റെഡി ആയില്ലെങ്കിലും കേട്ടാ. കേട്ടു. എടി എന്തെങ്കിലും ഒന്ന് എടുത്ത് ഇട്ടടി. ഇതിട്ടിട്ടാ എന്താണ്? കൊറേ നേരമായി. ഞാൻ 10 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഇപ്പം ആവും. അവര് വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ പോവേ. അവരോട് വന്നിട്ടോ? എന്ത് ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം മതി. അപ്പൊ അവൻ ജോസഫേട്ടൻ എന്നെ രാവിലെ തൊട്ട് എത്ര തവണ വിളിച്ചെന്നറിയോ? എനിക്ക് മതിയായി നോണ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. ആ സമയം തൊട്ട് വിളിക്കുന്ന തന്നെയൊക്കെ. ഇനിയിപ്പോ എന്റെ മേത്തോട്ട് ചാടണ്ട, ഞങ്ങൾ റെഡിയായി അല്ലേ? 10 മിനിറ്റ് ആയി. ബാ അവരോട് വന്നിട്ടോ? നീ എന്നാ ഉറപ്പം വന്നാ മതി. DIG ബാ. ലക്കി. ലക്ഷ്മി ഇത്ര സമയം ഞാൻ ശരിയാക്കാം. എങ്ങനെയാണ് ശരിയാക്കി തരാം? അപ്പൊ ഊണെന്നെ ചീത്ത പറയാണ്. എന്തിന്?
എത്ര നേരമായി വന്നിട്ട് എന്തിനും നടക്കുമെങ്കിൽ നടത്താൻ. അതിന് സമയമായില്ലല്ലോ. അതല്ല രജിസ്ട്രാർക്ക് അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നമ്മുടെ പിള്ളേരെ എവിടെ എത്തിന്ന് വിളിച്ചു നോക്കിയേ. വലിയ കഷ്ടമായല്ലോ. ആരെ കല്യാണത്തിന്റെ ആൾക്കാര്? ആ ഞങ്ങളാ. ചേട്ടനൊന്ന് അകത്തേക്ക് വന്നേ, രജിസ്റ്റർ അന്വേഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിയെ വിളിച്ചിട്ടുണ്ട്. നീ എവിടെ എത്തിന്ന് ചോദിക്കാം, ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഹലോ, വിളിച്ചു നോക്കി വെച്ച്. എവിടെയാണ്? സാറേ, എടോ നിങ്ങളാണോ കല്യാണത്തിന് വന്ന ആൾക്കാർ? ആ ഞങ്ങളാ. എടോ എന്താ നിങ്ങൾ തീരുമാനം? സമയം പോണ്. ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. മനസ്സിലായോ? ആ സാറേ, 1-2 പേരുടെ വരാനുണ്ട്. എടോ ഞാനിന്ന് ഉച്ച കഴിഞ്ഞാൽ ലീവാ. ഇവിടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ട് വേണം എനിക്ക് വണ്ടി ഓടിച്ച് നേരെ പെരുമ്പാവൂർ പോയി അവിടെ നിന്ന് എൻ്റെ ഭാര്യ മക്കളെയും വിളിച്ച് അതേ വണ്ടിയിൽ ആലുവ ചെന്ന് ട്രെയിൻ പിടിച്ച് നേരെ ഷൊർണൂർ കല്ലാൻ. നിങ്ങളായിട്ട് എൻ്റെ ഓണം കുളവാക്കരുത് പ്ലീസ്. അത് പിന്നെ സാറും തന്നെ പെരുമ്പാവൂർ വരെ പോയി കഷ്ടപ്പെടുന്നത്. ഭാര്യയുടെ മക്കളോടും ആലുവയ്ക്ക് വരാൻ പറഞ്ഞാൽ പോരെ? അത്രയും ദൂരം പോയി കഷ്ടപ്പെടണ്ടല്ലോ അല്ലേ? എന്നാ സാറേ അത് നല്ലൊരു ഐഡിയ അല്ലേ? മിണ്ടാതിരിക്കണോ? താനാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്താ ചെയ്യണം എന്നുള്ളത്? എടോ എനിക്ക് ഇവിടെ മാത്രമല്ല വേറെയും കുറച്ച് പണികളുണ്ട്. 1/2 മണിക്കൂർ കൂടെ ഞാൻ നോക്കും. ആ ഞാൻ പറഞ്ഞേക്കാം. ഇത് ഇപ്പം ശരിയാക്കാം. ഇപ്പം ശരിയാക്കാന്നോ? കുറേ നേരമായി. താൻ പോയി വിളിച്ചോണ്ട് പോവാ ആരെയാന്ന് വെച്ചാ. പിള്ളേരുടെ ഒരു കാര്യം. എന്ത് പറഞ്ഞു? ദേ അവരെത്തിന്നാ പറഞ്ഞേ, പാർക്കിങ്ങിലാണ്. അതേ വന്ന്. വേഗം വാ. എന്താണ് ഏട്ടാ ഒരു ഉത്തരവാദിത്തം വേണ്ട? എത്ര നേരമായി അതെ, എന്നാ പിന്നെ എല്ലാരും വൈകിന്ന് പറഞ്ഞാൽ രജിസ്റ്റർ അവിടെ കിടന്ന് ചൂടില്ല. സാറേ ഞങ്ങൾ എത്തി. എന്തുവാണ് ഇത്? സമൂഹമോ? ഇതിന്റെ പ്രൊസീജിയർ ഇതല്ല, വേറെയാ. അല്ല സാറേ, ഇവരൊക്കെ വന്നേക്കുന്നത് സാക്ഷികളായിട്ടാ. അപ്പൊ ആരാ കല്യാണം കഴിക്കാനുള്ളത്? ഞങ്ങൾ 2 പേരുവാ. കല്യാണം കഴിഞ്ഞു. ആ എന്നാ ശരി. ആ എടാ ദിനേശ, ആ രജിസ്റ്റർ കഴിഞ്ഞെടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ നടത്തിയേക്കാം. കൊണ്ടുപോവാ. ദേ ഇവിടെ ആയിട്ട്. ആ ഇപ്പൊ ധൈര്യമായിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ചേച്ചി ആ താഴെയായിട്ട് ഒപ്പിട്ടു. ഒന്ന് മിണ്ടാറുണ്ടോ? ഹാപ്പി അല്ലേ? ഫ്രണ്ടിലോ നീ ഫ്രണ്ടിലോ. നന്നായിട്ട് ഇരിച്ചോ. ഒന്ന് മാറിക്ക്. ഒന്നങ്ങോട്ട് പോയിക്കോട്ടെ. പുള്ളിയോ? യു എൻജോയ്. പുള്ളി കല്യാണത്തിന് ഇരിക്കുവാണ്.